പഞ്ചായത്ത് സീസൺ 4 അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ പഞ്ചായത്തിന്റെ ഒരു 10 സീസൺ ഇറങ്ങിയാലും ഞാൻ ഉറപ്പായിട്ട് ഇരുന്ന് കാണും. ബിക്കോസ് ദിസ് ഷോ ഈസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. സോ ബാക്കിയുള്ള എല്ലാ ക്രിമിനൽ ജസ്റ്റിസിലോ അല്ലെങ്കിൽ നമ്മൾ പാതാൾ ലോഗ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി മാൻ നോക്കുകയാണെങ്കിലും പുതിയൊരു കേസ്, പുതിയൊരു സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ആൾക്കാർ, സെയിം സ്ഥലം, സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് കാണിച്ചിട്ട് പോകുന്നത്. പക്ഷെ കമ്പയറിംഗ് ടു പ്രീവിയസ് സീസൺസ് ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് തന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ ബോറടി ഇല്ലാതെ കണ്ടു തീർക്കുക. 8 എപ്പിസോഡിന്റെ സീരീസ് ആണ്. ഒരു എപ്പിസോഡ് ചില അരമണിക്കൂറുണ്ട്, ചിലത് 3/4 മണിക്കൂറൊക്കെ ഉണ്ട്. സോ യൂഷ്വലി പഞ്ചായത്ത് സീസൺസിന് വന്നിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അതായത് ആദ്യം കുറച്ച് ഫീൽ ഗുഡ് എലമെന്റ്സ്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ടുവേർഡ്സ് എൻഡ് ഇമോഷണൽ ആക്കിയിട്ട് അവസാനിപ്പിക്കും. പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. ഫീൽ ഗുഡ് എലമെന്റ്സ് വളരെ കമ്മിയായിരുന്നു ഇതിൽ. പക്ഷെ എനിക്ക് സീസൺ 5 ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എനിക്കത് എത്രയും പെട്ടെന്ന് കാണണം തന്നെയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഈ കാണിച്ച സാധനം തന്നെ, കാണിച്ച പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വരികയാണെങ്കിലും നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഈ സീസണിന്റെ വേറെ പോസിറ്റീവ് എന്താ വെച്ചാൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബിനോദ് പറഞ്ഞിട്ട്. നമുക്ക് കാണാൻ ഒപ്പോസിഷനിലുള്ള ഒരു മെമ്പറാണ്. ആളെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. വായിൽ മറ്റേ ഹാൻഡ്സ് വെച്ച് തിരികണത് മാത്രമേ പല സീസണിലും കാണിച്ചിട്ടുള്ളൂ. ഇതിൽ ആൾക്ക് ചെറിയൊരു റോൾ ആണെങ്കിൽ പോലും കിടിലനായിരുന്നു. ആൻഡ് ആളാണ് ഈ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഈ ഷോയുടെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. 1-2 ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫീൽ വരും നമുക്ക്. ഇവിടെ കൊള്ളുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഡയലോഗ്സ് ആണ്. അതേപോലെ തന്നെ ഒപ്പോസിഷൻ ലീഡേഴ്സിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രധാൻജിയുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് പ്രധാൻജിയുടെ ഫാദർ ഇൻ ലോ വരുന്നുണ്ട്. അയാൾ അടിപൊളിയായിരുന്നു. പിന്നെ യൂഷ്വലി നമ്മുടെ സച്ചീവ് ജിന്ന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഈ സീരീസും കാര്യങ്ങളൊക്കെ പോണത്. സച്ചീവ് ജിയും മറ്റേ റിങ്കിയും തമ്മിലുള്ള സീൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നാലും അത്യാവശ്യമുള്ള സീൻസ് ഒക്കെ രസമുണ്ട്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അറ്റ് ദ എൻഡ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആണ്. ആൻഡ് ഇനിയുള്ള വരാൻ പോകുന്ന സീസൺ അടിപൊളിയായിരിക്കും തോന്നുന്നു ഈ ഒരു ട്വിസ്റ്റ് കാരണം. സോ എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന സീരീസ് ആണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് ഹിന്ദി ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇതുവരെ പഞ്ചായത്തിന്റെ ഒരു സീസണും കാണാത്തവരാണ് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് 4ാമത്തെ സീസൺ കണ്ടു ഒരൊറ്റ വസ്തു മനസ്സിലാവാൻ പോകുന്നില്ല. ഈ സീസൺ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് സീസൺ 4 ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിന്റെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കണം. അവര് തമ്മിലുള്ള ബോണ്ടിങ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. സോ കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഈ മറ്റേ സച്ചീവ് ജിനെ പറ്റിയിട്ട്. ആളൊരു ഗവൺമെന്റ് സർവന്റ് ആണ്. സ്റ്റിൽ എന്തിനാണ് ആൾ ഈ പൊളിറ്റിക്കൽ സൈഡ് പിടിക്കുന്നത്? അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ. ശരിയാണ്, ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിന്റെ ഇനീഷ്യൽ ഫേസിൽ, അതായത് ഈ സീരീസ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ തന്നെ ആള് തരുന്നുണ്ട്. അതായത് ആളുടെ കരിയറെക്കാളും വലുതാണ് ഇവിടുത്തെ ആൾക്കാരും അവര് തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആളൊരു സ്റ്റാൻഡ് പിടിക്കുന്നതാണ് ബേസിക്കലി എനിക്ക് മനസ്സിലായത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്.